ആൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 വയസ്സായ കുട്ടിനെയാണ്. 8 വയസ്സായ ഒരു കുട്ടിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുട്ടിൻ്റെ ഉമ്മ എന്നെ വിളിച്ചത്, 8 വയസ്സുകാരൻ പോൺ സൈറ്റ് നോക്കി കണ്ടിട്ട് 6 വയസ്സായ അനുജത്തിക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഉമ്മക്ക് ഇതാണ് ഞങ്ങൾ കാണലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ എന്നോട് ചോദിക്കണത്, 8 വയസ്സായ കുട്ടിക്ക് ഇതിന്ന് വല്ല ആസ്വാദനവും കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, പ്രായപൂർത്തിയും ഹോർമോണൊക്കെ വന്നിട്ട് ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന വൈകാരികതകൾക്കപ്പുറം ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്താണ് ഹോമോസെക്സിനും ഇത്തരമുള്ള വേണ്ടാത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നാൽ ഏത് പ്രായത്തിലും ഇത് വരാം എന്നാണ്. ആ പ്രായത്തിലൊക്കെ വന്നു പോയാൽ പിന്നെ അതിൻ്റെ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു ജീവിത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികൾ ഇത് സംഭവിച്ചാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് മാതാപിതാക്കൾ ഏറ്റവും വലിയ അപകടം ഇന്ന് അതാണ്. കാരണം എന്താ പറയുക, നമ്മുടെ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാൻ പറ്റില്ല. എപ്പോഴാണ് അറിയാറെങ്കിൽ, ഒന്ന് നിങ്ങളറിയുക, അവൻ്റെ പഠന സാഹചര്യങ്ങൾ തകരാറാവുമ്പോൾ അപ്പോൾ മനസ്സിലാവും. ഒന്നത് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ഒരു MBBS പഠിക്കുന്ന ഒരു പയ്യൻ, അവന് 23ാമത്തെയോ 26ാമത്തെയോ റാങ്കിൽ അവനും പിന്നെ ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടിയ ആളാണ്. അങ്ങനെ അവൻ കേരളത്തിന് പുറത്തുള്ള മെഡിക്കൽ കോളേജ് പഠിക്കുകയാണ്. അവൻ്റെ കൂടെയുള്ളവരൊക്കെ ഇപ്പോൾ ഡോക്ടറായി പുറത്തിറങ്ങാൻ പോവുകയാണ്. അവനിപ്പോൾ 3ാം വർഷത്തിൽ പേപ്പർ നഷ്ടപ്പെട്ട് ഈ എക്സാം അവൻ ഫെയിലായാൽ അവൻ എന്ത് ചെയ്യും? അവിടുന്ന് പോരേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിൽ ആ സമയത്താണ് നമ്മുടെ ഒരു കലക്ടർ പ്രഖ്യാപിച്ച ഒരു അവധി ദിവസത്തിൽ അവൻ്റെ ഫാദർ വിളിച്ച്, ഞാൻ അടിയന്തരമായി വരാൻ പറഞ്ഞ് സംസാരിക്കും. ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ എല്ലാ കൗൺസിലർമാരും ഡോക്ടർമാരും അവനോട് ചോദിച്ച എല്ലാ വിഷയങ്ങളും പറഞ്ഞ് സൈക്കാട്രിക്ക് മരുന്ന് കഴിക്കുന്നു. അപ്പോൾ വാപ്പ പറയും, ഇവൻ വായിക്കാത്തൊരു സമയമല്ല, എപ്പോഴും ഇവൻ പുസ്തകം നോക്കിയിരിക്കും. പക്ഷെ എന്താണ്, എഴുതി നോക്കാവൻ തോൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തുറന്ന് പറയും, നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം. ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അവൻ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒളിച്ചു വെച്ച ആ രഹസ്യമോ പറഞ്ഞു. എന്താ രഹസ്യം തരാം? ഒന്നുമില്ല. എൻട്രൻസിന് പഠിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫോൺ നോക്കും. ആദ്യം കേട്ടത് കൊറിയൻ മ്യൂസിക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് നോവലും PDF ഒക്കെ നോക്കിയത്. പിന്നെ ക്രമേണ എന്താ പറയുക, പോൺ സൈറ്റിക്ക് മാറി ലൈംഗികമായ വൈകൃതങ്ങളുടെ പാരമ്യതയിൽ അവൻ ജീവിക്കണം. അതിൽ നിന്നുകൊണ്ടൊരു ഡോക്ടർ ആവാൻ അവന് പറ്റില്ല. എന്തിന്? ഒരു റക്കാത്ത് പോലും മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കാൻ അവന് പറ്റില്ല. സുഹൃത്തുക്കളെ, ഇതാരാ കണ്ടുപിടിക്കുക? നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇത്തരം തിന്മകൾക്ക് അഡിക്റ്റായാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കുട്ടികൾ മാറാൻ തയ്യാറാണ്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ അവിടെ പ്രായത്തിൽ അത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടികളെ എത്തണം. അപ്പോൾ കുട്ടികൾക്ക് ഓരോ സന്ദർഭത്തിലും അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നൽകാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ കുട്ടികളെയും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ബോധ്യപ്പെടുത്താതെ നിങ്ങളെങ്ങനെ കുട്ടികളെ നിർബന്ധിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും ആ കുട്ടികൾ നിങ്ങൾക്കെതിരാവുകയല്ലാതെ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവുകയല്ലാതെ മറ്റു മാർഗ്ഗം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് മാറ്റം ഉണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾക്ക് എന്നെ വിളിച്ചു. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എൻ്റെ മോള് B.Ed പഠിക്കണോണ്ട് അവൾ പറയും, 9ാം ക്ലാസ്സിലേക്കാണ് ചെന്നാൽ ഒരു രക്ഷയില്ലാതെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ 9ാം ക്ലാസ്സിലേക്കാണല്ലോ ക്ലാസ്. അപ്പോൾ ഈ 150 കുട്ടികളെ ഒന്നിച്ചിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എന്താവുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എൻ്റെ ഒരു അത്ഭുതം എന്താ വെച്ചാൽ, ഞാൻ 1 മണിക്കൂർ നേരം പ്രസംഗിച്ചു. ഞാനിതാ നിങ്ങളോടിപ്പോൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന കാര്യം പച്ചയായി ഞാൻ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ, അവിടെ 2 മാഷന്മാർ ഈ പരിപാടിക്ക് കാവലിരുന്നു. അപ്പോൾ അവർ പരിപാടി കഴിഞ്ഞിട്ട് പറഞ്ഞു, സാധാരണഗതിയിൽ ഞങ്ങൾ ക്ലാസ്സിൽ മാത്സും സയൻസും പറഞ്ഞു കൊടുക്കുമ്പോൾ കാണിക്കാത്ത ശ്രദ്ധയാണല്ലോ ഇത്തരമൊരു ക്ലാസ്സിന് അവർ കാണിച്ചത്. അത് ആഗ്രഹിക്കുന്നു നമ്മുടെ കുട്ടികൾ. അവർക്കെവിടെ നിന്ന് ലഭിക്കും? ആ ചോദ്യത്തിന് ഉത്തരമില്ല സുഹൃത്തുക്കളെ. അതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. നമ്മുടെ കുട്ടികൾക്ക് പ്രായമനുസരിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കുട്ടികളെ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ